രണ്ടും കൂടെ നമ്മൾ 500 മില്ലിയുടെ ബീക്കറിലോട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇതുപോലെ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾ ഒരുമിച്ച് സ്പ്രേ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 2 ന്യൂട്രിയൻസ് നിങ്ങളുടെ ഷെഡ്യൂളിൽ ഇപ്പൊ പോകണം, അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചീലാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ചീലാട്രിക്സ് മിക്സ് ചെയ്ത് കാണിച്ചു. അപ്പം ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഇപ്പൊ നേരത്തെ വന്ന പ്രിസിപ്പിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ട് വന്നു. ശുദ്ധയിലാണ് കണ്ണീര് പോലെ ആയിരുന്നു. പ്രിയപ്പെട്ട കാര്യം നമസ്കാരം. അതിന് പുതിയ പ്രോഡക്റ്റ് ചിലാട്രിക്സ് ധാരാളം കർഷകർ അതിനെപ്പറ്റി ചോദിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു വീഡിയോ ആണ് നമുക്ക് ആവശ്യം. സാധാരണ കർഷകർക്ക് ഈ മൈക്രോ ഫുഡ് പല ചേരാത്ത കണ്ടന്റുകൾ, ഈ കാൽഷ്യവും അതുപോലെ ഫോസ്ഫറസും ചേരാത്ത കണ്ടന്റുകളാണ് പല കർഷകരും ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാൽ ഒന്നും ചെടിക്ക് ദോഷമാണ്. സുധാസാർപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ ചേർക്കാത്ത കണ്ടന്റുകൾ ചേർക്കാൻ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേനൽക്കാലമാണെങ്കിലും ജലലഭ്യത കുറവാണ്, ബോർവെല്ലിൽ നിന്നൊക്കെ ഉള്ള വെള്ളം പടുതാക്കുടത്തിലെ വെള്ളമാണ്, കീടനാശിനിയൊക്കെ തെളിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അത് ഹെവി മെറ്റൽസ് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടന്റ് ആണെന്ന് പറയും. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ചീലാട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് പുതിയതായിട്ട് അവൈലബിൾ ആയിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് കുറെ ന്യൂട്രിയൻസിന്റെ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ നമുക്കുണ്ട്. നമ്മുടെ ഏലം കർഷകർ സ്വതവേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഫോസ്ഫറസും കാൽസ്യവും നമ്മൾ ചേർത്തില്ല. അതുപോലെ കാൽസ്യം മൈക്രോ ഫുഡ്, ചിലേഷൻ ഇല്ലാത്ത മൈക്രോ ഫുഡ്സും നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ MKP ആയിട്ട് പല ന്യൂട്രിയൻസിനും കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെടിയിൽ ഇപ്പൊ 2 ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ 2 സ്പ്രേ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് രണ്ടും കൊടുക്കാൻ നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പ്രേ കഴിഞ്ഞു പിന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് 2 സ്പ്രേ, ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ചീലാട്രിക്സ് കൊണ്ടുള്ള നിങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ 2 സാധനങ്ങൾ, അതായത് ചേരാത്ത 2 സാധനങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് ചെടിക്ക് കൊടുക്കാൻ ചീലാട്രിക്സ് വഴി സാധിക്കും. അപ്പൊ ഇത് ആക്ച്വലി നമ്മളിപ്പോ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ബോർവെല്ലിലെ വെള്ളം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ പടുതാക്കുളത്തിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് TDS എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് വെള്ളത്തിൽ. നമ്മൾ ടോട്ടൽ ഡിസോൾവബിൾ സോൾട്ട് എന്ന് പറയും. അതായത് കൂടുതലായിട്ട് കാൽസ്യം, മെഗ്നീഷ്യം, അയൺ പോലുള്ള മൂലകങ്ങളുടെ പ്രൊപ്പോർഷൻ അതിൽ കൂടുതലായിരിക്കും. അപ്പൊ ഇതുപോലുള്ള പോസിറ്റീവ് അയോൺസ് കൂടുമ്പോൾ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ വെള്ളം എടുത്ത് നമ്മൾ കീടനാശിനി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കീടനാശിനിയിലെ നെഗറ്റീവ് അയോൺസുമായിട്ട് ഈ പോസിറ്റീവ് അയോൺസ് ബൈൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ പെസ്റ്റിസൈഡിന്റെ ഒരു എഫിക്കസി, അതായത് അതിന്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. പല കർഷകരും പറയുന്നുണ്ട്, പല കർഷകരും അത് കീടനാശിനി കമ്പനിയാണ് കുറ്റം പറയുന്നത്. നമ്മളിപ്പോ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് കൊള്ളത്തില്ല, പക്ഷെ അതിന്റെ വേറൊരു വശമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വെള്ളം, അതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൂടുതലായിട്ട് TDS കൂടുതലുള്ള വെള്ളമാണെങ്കിൽ ഈ പെസ്റ്റിസൈഡ്സിന്റെ ബ്രേക്കേജ്, ആ കോമ്പൗണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ അതൊരു ഓർഗാനിക്കലി ഒരു സ്ട്രക്ചർ ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ആയിട്ട് അതല്ലാത്തൊരു കോമ്പൗണ്ട് ആയിട്ട് നമ്മുടെ ചെടി പോകുമ്പോൾ അതിന്റെ ഒരു ദൗത്യം നിർവഹിക്കാൻ അതിന് പറ്റത്തില്ല. അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങളും TDS കൂടുമ്പോൾ വരാറുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിന്റെ pH കൂടാന്നുള്ളത്. അതായത് pH കൂടുമ്പോഴും ഇതുപോലെ പെസ്റ്റിസൈഡ്സിന്റെ ബ്രേക്കേജ് സംഭവിക്കും. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ വെള്ളത്തിന്റെ കാര്യങ്ങൾ, അതായത് വെള്ളത്തിന്റെ TDS കൂടുക, pH കൂടുക, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ, ഇതെല്ലാത്തിനും കൂടെയുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ചീലാട്രിക്സ് എന്നുള്ള പ്രോഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ വന്നിരുന്നത്. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ മിക്സ് ചെയ്യുന്ന സമയത്ത് 100 മില്ലിയാണ് 200 ലിറ്ററിന് ചീലാട്രിക്സിന്റെ ഡോസേജ് വരുന്നത്. ഏതാണോ ഡ്രമ്മിൽ നിങ്ങൾ മിക്സ് ചെയ്യുന്നത് ആ ഡ്രമ്മിൽ ചീലാട്രിക്സ് മിക്സ് ചെയ്തതിനു ശേഷം അതിനുശേഷം നിങ്ങൾ പെസ്റ്റിസൈഡ് സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് 200 ലിറ്ററിലോട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കൂടാതെ ഇതൊരു സ്പ്രെഡറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ pH ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ pH ഒരു 5.5 മുതൽ 6.5 വരെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു കപ്പാസിറ്റി പ്രോഡക്റ്റിനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് അസിഡിറ്റി ഉള്ള വെള്ളമാണെങ്കിൽ പോലും നിങ്ങൾ പെസ്റ്റിസൈഡ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് വരും. അപ്പൊ ആ ഒരു വെള്ളത്തിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ചീലാട്രിക്സ് എന്ന് പറയുന്നത്. ചീലാട്രിക്സ് ഉപയോഗിക്കുമ്പോൾ വേറെ സ്പ്രെഡറിന്റെ കാര്യമില്ല. അപ്പൊ ഇതാണ് ചീലാട്രിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇന്നേ വരെ അവൈലബിൾ ആവാത്ത ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പം ഏലം കർഷകർ മെയിൻ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ചില ന്യൂട്രിയൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോസ്ഫറസ് കൂടുതലുള്ള ന്യൂട്രിയൻസ് കാൽസ്യവുമായിട്ട് ചേരത്തില്ല. അതുപോലെ കുറെ ന്യൂട്രിയൻസ് തമ്മി ചേരാത്തതുണ്ട്, ഏലത്തിന് ദോഷമുണ്ട്. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ചെടിയിൽ ഒരു 2 ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഒരുമിച്ച് കാണുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം 2 സ്പ്രേ ഒക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ഫാമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചീലാട്രിക്സ്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ തമ്മി ചേരാത്ത
രണ്ട് ന്യൂട്രിയൻസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തേക്കുന്നത് ഇപ്പൊ MKP, അതായത് 0.5234 സിങ്ക് സൾഫേറ്റ് ആണ്. തമ്മി ചേരാത്തതാണ്. അപ്പൊ ഇത് ഒരു കാരണവശാലും നമ്മൾ ഇത് ഒരുമിച്ച് യൂസ് ചെയ്യാറില്ല, നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. അപ്പൊ ഈ രണ്ട് പ്രോഡക്ട്സിനെ ഒരുമിച്ച് ചേർക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്ത് കാണിച്ചു. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫാമേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം 200 ലിറ്ററിന്റെ ഡ്രമ്മിലാണ് നമ്മളിപ്പോൾ പെസ്റ്റിസൈഡ് മിക്സ് ചെയ്തത്. അപ്പൊ 200 ലിറ്ററിന്റെ ഡ്രമ്മിൽ ആദ്യം നിങ്ങൾ ചീലട്രിക്സ് മിക്സ് ചെയ്യാം. അപ്പൊ 200 ലിറ്ററിന് 100 മില്ലിയാണ് ചീലട്രിക്സ്. 200 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ആദ്യം ചീലട്രിക്സ് മിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഏതാണോ പെസ്റ്റിസൈഡ് നിങ്ങൾ അതിനകത്ത് ലയിപ്പിക്കാൻ പോകുന്നത്, അതായത് ഏതാണോ കലക്കാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു 10 ലിറ്റർ ആദ്യം എടുക്കുക ബക്കറ്റിൽ. നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ വേറൊരു വെള്ളത്തിൽ ബക്കറ്റിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 200 ലിറ്ററിലോട്ട് മാറ്റുന്നത്. അപ്പൊ ആദ്യം ചീലട്രിക്സ് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് 10 ലിറ്റർ എടുത്തിട്ട് പെസ്റ്റിസൈഡ് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ 200 ലിറ്ററിലോട്ട് തിരിച്ചൊഴിക്കാൻ. അപ്പൊ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 500 മില്ലിയുടെ ബീക്കറിൽ നമ്മൾ 400 മില്ലി വെള്ളം എടുക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചീലട്രിക്സ് നമ്മൾ കുറച്ച് ലയിപ്പിക്കും. അപ്പൊ ചീലട്രിക്സ് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഈ ഒരു 400 മില്ലി വെള്ളം നമ്മൾ 200 ലിറ്റർ, ഇത് 250 മില്ലിയുടെ ബീക്കറാണ്. ഇതിൽ 200 മില്ലി ആയിട്ട് നമ്മൾ 2 ബീക്കറിലായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് ഒഴിക്കും. ഇത് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് 0.5234, അതായത് MK. നമ്മൾ നന്നായിട്ട് ഇത് ലയിപ്പിക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് സിങ്ക് സൾഫേറ്റ്. സിങ്ക് സാധാരണഗതിയിൽ നമ്മൾ MKPയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറില്ല. അതുപോലെ ഫോസ്ഫറസ് കൂടുതലുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെ സിങ്ക് സൾഫേറ്റ് നമ്മൾ മിക്സ് ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. അപ്പൊ സിങ്ക് സൾഫേറ്റും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു 2.5 ഗ്രാംസ് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഇപ്പം ഡിസോൾവ് ആയിട്ടുണ്ട്, അതായത് MKPയും സിങ്ക് സൾഫേറ്റും നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഒരു പ്രിസിപ്പിറ്റേഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ക്ലിയർ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചീലട്രിക്സ് ഇല്ലാതെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ള പ്രിസിപ്പിറ്റേറ്റ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം, ചീലട്രിക്സ് ഇല്ലാതെ മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് MKP സിങ്ക് സൾഫേറ്റ് സാധാരണഗതിയിൽ നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉള്ള, ഏറ്റവും നല്ലോണം കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉള്ള 2 പ്രോഡക്ട്സ് ആണ്. ആ 2 പ്രോഡക്ട്സ് ആണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചീലട്രിക്സ് ഒഴിക്കാതെ MKP സിങ്ക് സൾഫേറ്റ് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പ്രിസിപ്പിറ്റേറ്റ് വരുന്നത്, അതായത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ വരുന്നത് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ 3 ബീക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ 250 മില്ലിയുടെ ബീക്കറിൽ നമ്മൾ ഫസ്റ്റ് 200 മില്ലി വെള്ളം നമ്മൾ എടുക്കും. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ നേരത്തെ അത് പറഞ്ഞതുപോലെ 2.5 ഗ്രാംസ് MKP നമ്മൾ ആഡ് ചെയ്യും. പറഞ്ഞതുപോലെ സിങ്ക് സൾഫേറ്റ് MKP ആഡ് ചെയ്തതുപോലെ ഒരു 2.5 ഗ്രാംസ് സിങ്ക് സൾഫേറ്റ് നമ്മൾ രണ്ടാമത്തെ ബീക്കറിൽ മിക്സ് ചെയ്യും. അപ്പൊ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പൊ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ 500 മില്ലിയുടെ ബീക്കറിലോട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റും, ഇതൊരുമാതിരി കഞ്ഞിവെള്ളം വന്നതുപോലെ ഇതിന് പ്രിസിപ്പിറ്റേഷൻ. അപ്പൊ നമ്മൾ കെമിക്കൽസിന്റെ കോമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് ജാറിൽ മിക്സ് ചെയ്യുമ്പോൾ അത് രണ്ടും ചേരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രിസിപ്പിറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ ചീലട്രിക്സ് മിക്സ് ചെയ്തപ്പോൾ അതിന്റെ ഒരു ഡിഫറൻസും ഇതിന്റെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾ ഒരുമിച്ച് സ്പ്രേ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 2 ന്യൂട്രിയൻസ് നിങ്ങളുടെ ഷെഡ്യൂളിൽ ഇപ്പൊ പോകണം, അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചീലട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ചീലട്രിക്സ് മിക്സ് ചെയ്ത് കാണിച്ചു. അപ്പം ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഇപ്പൊ നേരത്തെ വന്ന പ്രിസിപ്പിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ക്ലിയർ ആയിട്ട് വന്നു.